ഇല്ലെങ്കിൽ ഇപ്പൊ കണ്ടോളൂ, ഞങ്ങള് ഊട്ടിയിലെ ടോയ് ട്രെയിനിൽ കയറാൻ പോവാണ്. ഊട്ടിയിലെ ടോയ് ട്രെയിൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകും. ഈ രണ്ട് മഹാന്മാരുടെ കൂടെ നമ്മൾ ടോയ് ട്രെയിനിൽ കയറാൻ പോകുന്നത്. മേട്ടുപ്പാളയം ടു ഊട്ടിയാണ് നമ്മുടെ യാത്ര ഉദ്ദേശിക്കുന്നത്. ഇതാണ് മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് ടോയ് ട്രെയിൻ നേരിൽ കാണാൻ വേണ്ടി, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് നമ്മുടെ ടോയ് ട്രെയിൻ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഫീല്. ദെൻ ഓരോരുത്തരോരോ ട്രെയിനിൽ കയറി സീറ്റ് ഉറപ്പിച്ചു, യാത്ര സ്റ്റാർട്ട് ചെയ്തു. വളരെയധികം എക്സൈറ്റഡ് എന്ന് പറയുന്നില്ല, അതിലുപരി എന്തോ ഒരു ഫീലിങ്ങോട് കൂടി നമ്മളിങ്ങനെ അതിൽ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, ഓരോരുത്തരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിനിങ് ഇങ്ങനെ ഊട്ടിയിലേക്കുള്ള മല കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. എല്ലാ പാസഞ്ചേഴ്സും ഒരേപോലെ അതിൽ നിന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ ഈ ഒരു ടോയ് ട്രെയിൻ എക്സ്പീരിയൻസിലെ ഏറ്റവും ബിഗ് പാർട്ട് എന്ന് പറയുന്നത്, ഏറ്റവും നമ്മളെ അതിശയിപ്പിച്ച ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഈ യാത്രയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യൂ ഇതായിരുന്നു. എന്ത് ബ്യൂട്ടിഫുള്ളാണെന്നാണ് പറയുക. ഇതിൽ നേരിട്ട് നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ കപ്പിൾ എന്ന് പറയുന്നത്. അവരെങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഓരോ തുരങ്കങ്ങൾ വരുമ്പോഴും ഇതിലെ പാസഞ്ചേഴ്സൊക്കെ ഒരുമിച്ചിരുന്ന് കൂവുന്നുണ്ട്. ഇത് ഇതിൻ്റെ ഒരു പാർട്ടായിരിക്കാം. പിന്നെ അടിപൊളി വ്യൂസ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ കുറച്ചും കൂടി നല്ല തണുപ്പുള്ളൊരു ക്ലൈമറ്റ് ആണെങ്കിൽ ഈ യാത്ര കുറച്ചും കൂടി അധികം ബ്യൂട്ടിഫുൾ ആയിരുന്നതിനെ. ഇതൊരു വാം ക്ലൈമറ്റ് ഫീൽ ചെയ്തു. പിന്നെ ഇങ്ങനെ ഓരോ സ്റ്റോപ്പുകൾ വരും. അവിടെ നമുക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കാം. ഭക്ഷണങ്ങൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫുഡൊക്കെ നമുക്ക് കഴിക്കാം. നമ്മൾ ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൂണൂർ വരെ യാത്ര ചെയ്തുള്ളൂ, മേട്ടുപ്പാളയം ടു കൂണൂർ. ബട്ട് അതുവരെയുള്ള യാത്ര സൂപ്പർബായിരുന്നു. ഒരു വട്ടെങ്കിലും നമ്മൾ ലൈഫ് ടൈമിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം.